വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് ക്ലാസ്. നമ്മുടെ SSLCയുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. നമ്മളൊരു സാധനം എടുത്തു, ഒരു ചോക്കും കഷ്ണം എടുത്തു, അതിനെ സ്മോൾ പാർട്ടിക്കിളായിട്ട് കട്ട് ചെയ്താൽ അതിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ നമുക്ക് കിട്ടൂലേ? അതേതായിരിക്കും? ആറ്റം അല്ലേ? നമുക്കറിയാം, ഒരു ചോക്ക് കഷ്ണം എടുത്ത് നമ്മൾ ഏറ്റവും ചെറിയ പാർട്ടിക്കിളായിട്ട് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ കിട്ടുന്ന ഏതായിരിക്കും? ആറ്റമായിരിക്കും. ആ ആറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ആറ്റം എന്താണെന്നും ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ ആറ്റത്തെക്കുറിച്ച് ഇനി പഠിക്കാൻ പോവുകയാണ്. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? നമ്മൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു, അത് വരച്ചു അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? ഓക്കെ, നമുക്കൊന്ന് ഓർത്തെടുക്കാം. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ. ആറ്റത്തിലുള്ള പാർട്ടിക്കിൾ ഏതൊക്കെയാണ്? ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ന്യൂട്രോണും പ്രോട്ടോണും കാണപ്പെടുന്നത് എവിടെയാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ്. അതായത് ആറ്റത്തിന് എപ്പോഴും ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനുള്ളിൽ ആര് കാണപ്പെടുന്നു? ന്യൂട്രോൺസും പ്രോട്ടോൺസും കാണപ്പെടുന്നു. ആ ന്യൂക്ലിയസിന് ചുറ്റും ആരുണ്ട്? ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നുണ്ട്. ആ ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്ന പാതയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ എന്ന് വിളിക്കുക. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ? അതെ. ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത് ആരാന്ന് ഓർമ്മയുണ്ടോ? അതെ, നമ്മുടെ നീൽസ് ബോർ ആണ്. ഇതുപോലെ ആറ്റം എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസും അതിനു ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്ന രീതിയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞത് ആരായിരുന്നു? നീൽസ് ബോർ ആണ്. ആ നീൽസ് ബോറിൻ്റെ ആ മോഡലിനെയാണ് നമ്മൾ ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്ന ആ പാതയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. എത്ര ഷെല്ലുകളുണ്ട് മക്കളെ? KLMNO അല്ലേ? KLMNO എന്നിങ്ങനെയാണ് നമ്മൾ ഷെല്ലുകൾക്ക് പേരിട്ടിരിക്കുന്നത്. ഇനി ടീച്ചറിൻ്റെ അടുത്ത ചോദ്യം നമ്മൾ പറഞ്ഞു, ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, കണ്ടോ? ആ ന്യൂക്ലിയസിനുള്ളിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. അതിന് ചുറ്റും ഇലക്ട്രോൺസും ഷെല്ലുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഷെല്ല് ഏതായിരിക്കും? വെരി ഗുഡ്, K അല്ലേ? ഫസ്റ്റ് തൊട്ടടുത്ത് കിടക്കുന്നത് K ആണ്. അതിന് തൊട്ട് പുറകിൽ ആരുണ്ട്? L ഉണ്ട്, പിന്നെ M, N എന്നിങ്ങനെ നമ്മുടെ ന്യൂക്ലിയസിൽ ഷെല്ലുകൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഷെല്ല് ഏതാണ്? അതെ, K അല്ലേ? ദെൻ Kൻ്റെ തൊട്ട് പുറകിൽ L ഉണ്ട്, അതിന് തൊട്ട് പുറകിൽ M, പിന്നെയോ NO. ഈ രീതിയിലാണ് ആറ്റത്തിനുള്ളിൽ ഷെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഇതുകൂടാതെ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ടല്ലേ? ഈ ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എനർജി ലെവൽ വ്യത്യാസമാണ്. ദാറ്റ് ഈസ്, നമ്മുടെ ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഷെല്ലാണ് ആര്? K ഷെൽ. K ഷെല്ലിലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിനോട് അടുത്താണ് കിടക്കുന്നത്. ആ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസിനെ പിടിച്ചു വെച്ചേക്കാണ്. ദാറ്റ് ഈസ്, ആ അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ആ ഇലക്ട്രോൺസിന് അങ്ങനെ അനങ്ങാൻ പറ്റുമോ? അത്രയ്ക്കൊന്നും അനങ്ങാൻ പറ്റില്ല. ദാറ്റ് ഈസ്, അവയ്ക്ക് എനർജി കുറവാണ്, അവയ്ക്ക് അങ്ങനെ അനങ്ങാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ക്ലാസ്സിൽ ടീച്ചർ നിൽക്കുമ്പം ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ അങ്ങനെ അനങ്ങില്ല, അധികം വർത്താനം പറയില്ല. കാരണം എന്താ? അവർ ടീച്ചറിൻ്റെ ഫ്രണ്ടിലാണ്. ടീച്ചർക്ക് കൃത്യമായിട്ട് അവരെ അറിയാം, കാണാൻ പറ്റുന്നുണ്ടെന്ന് അവർക്കറിയാം. ദാറ്റ് ഈസ്, ടീച്ചറിൻ്റെ ആകർഷണ വലയത്തിനുള്ളിലാണ് ഫസ്റ്റ് ബെഞ്ചേഴ്സ് ഇരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പം ബാക്ക് ബെഞ്ചേഴ്സിന് കുറച്ച് കൂടുതൽ അവർക്ക് അവിടെ ഇരുന്ന് എന്ത് കുസൃതി വേണേലും കാണിക്കാം. കാരണം എന്താ? അവർക്കവിടെ കുറച്ച് എനർജി കൂടുതലാണ്. ടീച്ചറിൻ്റെ ആകർഷണ വലയത്തിൽ നിന്നും കുറച്ച് അകലെയാണ് അവർ. ഇതേ രീതി തന്നെയാണ് നമ്മുടെ ആറ്റത്തിനുള്ളത്. അതായത് ആറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസിൻ്റെ അടുത്ത് നിൽക്കുന്ന ഇലക്ട്രോൺസിന് അത്ര എനർജി കാണില്ല, അവരങ്ങനെയൊന്നും അനങ്ങില്ല. എന്നാൽ അകലം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? അവയ്ക്ക് എനർജി കൂടുന്നു. അവയുടെ എനർജി കൂടുകയും ആകർഷണ ബലം, നമ്മുടെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുകയും ചെയ്യുന്നു. ഓക്കെ,
ദെൻ അതാണ് ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോണുകളുടെ ഊർജം കൂടുന്നു. ഇനി ഈ ഷെല്ലിനുള്ളിലും നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്ന ആ പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷെല്ലുകൾ. ഈ ഷെല്ലിനുള്ളിലും ഇലക്ട്രോൺസ്, ഒരു ഷെല്ലിൽ തന്നെയുള്ള ഇലക്ട്രോൺസിൽ നിന്ന് തന്നെ പല പല എനർജി ആയിരുന്നു. ദാറ്റ് ഈസ് നമ്മളൊരു ബെഞ്ചിൽ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നു, അതിൽ ഒരാൾക്ക് ചിലപ്പം ഒരാൾക്ക് എനർജി കൂടുതലായിരിക്കും, അവൻ കൂടുതൽ വർത്തമാനം പറയും, ചിലർ അനങ്ങില്ല, ചിലർ ശ്രദ്ധിച്ച് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ഇലക്ട്രോൺസിൻ്റെ കേസിലും ഷെല്ലുകളിലെ ഇലക്ട്രോൺസിൻ്റെ കേസിലും ഉള്ളത്. അതായത് ഷെല്ലുകൾക്കുള്ളിലും ഇലക്ട്രോൺസിന് കുറച്ച് പേർക്ക് എനർജി കൂടുതലും കുറച്ച് പേർക്ക് എനർജി കുറവായിട്ട് നമ്മുടെ പണ്ടത്തെ സയൻറ്റിസ്റ്റുകൾ കണ്ടു. അപ്പോൾ അവർ കുറച്ചുകൂടെ പഠിച്ചപ്പോൾ മനസ്സിലായി ഈ ഷെല്ലുകൾക്കുള്ളിലും ഇലക്ട്രോൺസിന് എനർജി വ്യത്യാസമുണ്ട്. അപ്പം ആ എനർജി വ്യത്യാസത്തിനനുസരിച്ച് അവരൊരു ഷെല്ലിനെ പിന്നെയും ഷെല്ലുകളായിട്ട്, സബ് ഷെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനെയാണ് എന്ത് വിളിക്കുക? സബ് ഷെല്ലുകൾ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഷെല്ലിനുള്ളിലും സബ് ഷെല്ലുകളുണ്ട്. ആ സബ് ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോണുകൾ കിടക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഷെല്ലിൻ്റെ പേര് പഠിക്കാൻ പോവാണ്. ആകെ 4 സബ് ഷെല്ലുകളാണുള്ളത്. നമ്മൾ ഷെല്ലുകൾ എത്രണ്ണം പറഞ്ഞു? KLMN. ഇതുപോലെ 4 സബ് ഷെല്ലുകളാണുള്ളത്. അവ ഏതൊക്കെയാണ്? S, P, D, F. ഏതൊക്കെയാ? S, P, D, F. ഇവ സബ് ഷെല്ലുകളല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുമ്പം സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുള്ളൂ. ഷെല്ലുകൾ നമ്മൾ എങ്ങനെ എഴുതുക? ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ? ഇവിടെ സബ് ഷെല്ലുകൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ എഴുതുള്ളൂ? സ്മോൾ ലെറ്റേഴ്സ്, SPDF സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ പേര് പഠിച്ചു, സബ് ഷെല്ലുകൾ എന്താണെന്ന് പഠിച്ചു, അവയുടെ പേരുകൾ പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്തായിരിക്കും പഠിക്കുക? ഓരോ സബ് ഷെല്ലിലും അതായത് ഇലക്ട്രോൺസിന് ഇരിക്കാൻ എത്ര സ്ഥലം ഉണ്ടെന്ന് നോക്കുക. ദാറ്റ് ഈസ് ഓരോ ഷെല്ലും എത്ര ഇലക്ട്രോൺസിനെ മാക്സിമം ഒക്യുപ്പൈ ചെയ്യും. ദാറ്റ് ഈസ് നമ്മൾ കെയിൻ്റെയും എല്ലിൻ്റെയും എമ്മിൻ്റെയും എന്നിൻ്റെയും ഓർക്കുന്നുണ്ട്, അവയുടെ ആ ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോൺസ് പരമാവധി കിടക്കുമായിരുന്നു? കെയിൽ എത്രയായിരുന്നു? 2. എല്ലിൽ കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32. ഈ രീതിയിലായിരുന്നു ഇത്രയും. അതായത് സബ് ഷെല്ലിലേക്ക് വരുമ്പോൾ എസ് സബ് ഷെല്ലിൽ ആകെ 2 ഇലക്ട്രോൺസേ പറ്റത്തുള്ളൂ. എത്ര ഇലക്ട്രോൺസ്? 2. പിയിലാകെ 6 ഇലക്ട്രോൺസിന് ഉള്ള സ്ഥലം എവിടെയുള്ളൂ? ദാറ്റ് ഈസ് പിയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ്. ഡിയിൽ 10, എഫിൽ 14. എസിൽ എത്രയാ? 2. പിയിൽ 6, എഫിൽ ഡിയിൽ 10, എഫിൽ 14. ഓക്കെ ആണോ മക്കൾ? ഇത്രയും നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒരു ആറ്റത്തിനുള്ളിൽ ഷെല്ലുകളെ കുറിച്ചായിരുന്നു നമുക്ക് അറിയുന്നത്. ഇനി നമ്മൾ എന്ത് പറയും? ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺസ് കിടക്കുന്നത് എവിടെയാണ്? ഷെല്ലുകൾക്കുള്ളിലെ സബ് ഷെല്ലുകളിലാണ് ഇലക്ട്രോൺസ് കിടക്കുന്നത്. ഇനി സബ് ഷെല്ലുകളുടെ നെയിം എന്തൊക്കെയാണ്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഓക്കെ. അപ്പോൾ കുട്ടികളെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് സബ് ഷെല്ലുകളിലാണ്. എത്ര സബ് ഷെല്ലുകളുണ്ട്? 4 സബ് ഷെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. പിന്നെയോ ഈ ഓരോ സബ് ഷെല്ലിലും മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? എസിൽ 2 ഇലക്ട്രോൺസ്, പിയിൽ 6 ഇലക്ട്രോൺസ്, ഡിയിൽ 10 ഇലക്ട്രോൺസ്, എഫിൽ 14. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ദെൻ ഗുഡ് ബൈ.